കാളിദാസ് 2 ഇതിന്റെ ഒന്നാം ഭാഗം ഞാൻ പണ്ട് കണ്ടിരിക്കേണ്ട തമിഴ് ത്രില്ലർ സിനിമകൾ എന്ന റെക്കമെൻഡേഷൻ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു പടമാണ്. നല്ലൊരു പടമാണത്. സോ ഇതും ഞാൻ അതുകൊണ്ട് തന്നെ കാണണമെന്ന് വിചാരിച്ച ഒരു സിനിമയാണ്. കോട്ടയത്ത് ഇതിന്റെ ഒറ്റ ഷോ മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ, രാവിലെ കോട്ടയം അനശ്വര തിയേറ്ററിൽ. അങ്ങനെ പടം ഏതായാലും കണ്ടു. ഫസ്റ്റ് പാർട്ട് എഴുതിയ ശ്രീ സെന്തിൽ തന്നെയാണ് ഈ സിനിമയുടെയും രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഭരത്, അജയ് കാർത്തി, സംഗീത, ഭവാനി ശ്രീ തുടങ്ങിയവരാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ തമിഴ് ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ച്. ന്യൂ ഇയർ രാത്രിയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടാവുന്നതും അത് അന്വേഷിക്കാനായിട്ട് ഇൻസ്പെക്ടർ കാളിദാസ് ആൻഡ് ടീം എത്തുന്നതുമാണ് ഈ സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് ത്രില്ലർ പടമാണിത്. മേക്കിങ്ങിലെയും സ്ക്രിപ്റ്റിങ്ങിലെയും ചെറിയ ചില പ്രശ്നങ്ങൾ അത് ഫോളോ ചെയ്ത ചില ടെംപ്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റുമായിരുന്നെങ്കിൽ നല്ല കിടു ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ളതുകൊണ്ട് പടം ശരിക്കും ഒന്നുകൂടെ ബെറ്റർ ആവേണ്ടതായിരുന്നു. സ്റ്റിൽ വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു ഓക്കെ ഫീൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യത്തേത് ഒരു അനാവശ്യ സംഭവമായിട്ടാണ് തോന്നിയത്. പക്ഷെ പിന്നെ അങ്ങോട്ട് പടം ഭയങ്കര ഫാസ്റ്റ് പേസിൽ എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് ആയിട്ടാണ് പോയത്. അപ്പാർട്ട്മെന്റിലെ ആ ഒരു മിസ്സിംഗ് കേസ്, അതിന്റെ അന്വേഷണം ഒക്കെ ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. ഇന്റർവെൽ ബ്ലോക്കിലാണെങ്കിലും ഒരു ഹൈപ്പ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പടത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സംഭവങ്ങളെല്ലാം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കിനും അങ്ങ് കുറഞ്ഞ് പടം ഡൗൺ ആയിപ്പോയി. പിന്നെ കുറച്ച് സ്ഥിരം ടെംപ്ലേറ്റ് കാഴ്ചകളായിരുന്നു. വേറൊരു ബാക്ക് സ്റ്റോറി, പാട്ട് ഒക്കെ ആയിട്ട് സ്ഥിരം പോലെ മുമ്പോട്ട് ഇങ്ങനെ പോയി. പക്ഷെ അവസാനത്തോടെ എടുക്കുമ്പോൾ ഏകദേശം ഒരു 75% ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയൊരു തകിടം മറിച്ചിൽ കഥകളുണ്ടായി. പിന്നെ കുറെ ട്വിസ്റ്റുകളായിരുന്നു. ആൻഡ് ഏറ്റവും അവസാനം ഫൈനൽ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു മിസ്റ്ററി റിവീൽ കൊണ്ട് സംഭവം ആവറേജിന് മുകളിൽ പോയി എന്ന് പറയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും പടത്തിലുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊന്നും എണീറ്റ് പോകാതെ ഏറ്റവും അവസാനം വരെ പടം കാണണം. അതാണ് മെയിൻ സംഭവം. എനിക്ക് ആദ്യം ആ ഒരു മിസ്റ്ററി എന്താണെന്നുള്ളത് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചെറിയൊരു ഷോക്കിംഗ് പോലെ ഫീൽ ചെയ്തു. ലാസ്റ്റ് ഒരു ചിരിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ വൈ നോട്ട്? കഴിഞ്ഞ വർഷം നമ്മളൊരു സീരീസിൽ ഏകദേശം ഇതുപോലൊരു ക്യാരക്ടർ ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോൾ നമ്മൾ വളരെയധികം വാഴ്ത്തി പറഞ്ഞാണ്. അപ്പോൾ ഇതും അതുപോലെയാണ്. പിന്നെ ആരൊക്കെ പറഞ്ഞാലും എ ക്രിമിനൽ ഇസ് എ ക്രിമിനൽ, എ സൈക്കോ ഇസ് എ സൈക്കോ എന്നാണല്ലോ. സോ ആ ഒരു ലാസ്റ്റ് പിടിച്ചിരിക്കുന്ന പരിപാടി കൊണ്ട് എനിക്ക് പടം കൂടുതൽ വർക്കായി. സെക്കൻഡ് ഹാഫിലെ ചില സംഭവങ്ങൾ ഒഴിച്ചാൽ അങ്ങനെ മുഷിപ്പിക്കാതെയുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും പടത്തിനുണ്ട്. ഒപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങളും സിനിമയിലുണ്ട്. ഇൻസ്പെക്ടർ കാളിദാസ് എന്ന നായക കഥാപാത്രം ഭരതാണ് ചെയ്തിരിക്കുന്നത്. ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ സംഭവം ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ അല്പം വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഓക്കെ ആയിരുന്നു. ടൈറ്റിൽ ക്യാരക്ടറാണ്. നായകനാണെങ്കിലും ഭരത്തിന്റെ കഥാപാത്രത്തെക്കാൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ടെന്ന് പറയാം. അത്തരത്തിലൊന്നാണ് ഈ അജയ് കാർത്തി എന്ന പുതുമുഖ നടൻ ചെയ്തിട്ടുള്ള സ്റ്റീഫൻ എന്ന കഥാപാത്രം. ഒരു പുതുമുഖമാണെന്നതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കുണ്ട്, മെയിൻലി പുള്ളിയുടെ എക്സ്പ്രഷൻസിലൊക്കെ. പിന്നെ കഥയുടെ മിസ്റ്ററി നിലനിർത്താൻ വേണ്ടി ക്യാരക്ടറിന്റെ ബിഹേവിയർ, ക്യാരക്ടർ ആർക്കിലൊക്കെ പിടിച്ചിരിക്കുന്ന ചെറിയ ചില കാര്യങ്ങൾ അത്ര കൺവിൻസിംഗ് അല്ലായിരുന്നെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അത് ഓക്കെ ആയിട്ട് പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് വരുന്ന നമ്മുടെ ചിന്താവിഷ്ടയായ സംഗീതയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ചുമ്മാ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ അല്ല. അത് സംഗീത പതിവ് പോലെ തന്നെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ ACP വൈഷ്ണവി എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ഭവാനി ശ്രീയാണ്. അതായത് നമ്മുടെ വിടുതലയിൽ നായികയായിട്ട് അഭിനയിച്ചില്ലേ, നമ്മുടെ AR റഹ്മാന്റെ അനന്തരവളും GV പ്രകാശ് കുമാറിന്റെ സഹോദരിയുമായിട്ടുള്ള ഭവാനി ശ്രീ. പോലീസ് വേഷത്തിൽ പുള്ളിക്കാരിയെ കാണാനായിട്ട് ഒരു സുഖമില്ലായിരുന്നു. ഒന്നാമത് ഹൈറ്റ് കുറവാണ്, പക്ഷെ ആറ്റിറ്റ്യൂഡ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പെർഫോമൻസും നൈസാണ്. കിഷോർ, പിന്നെ ക്യാമിയോ റോളിൽ പ്രകാശ് രാജ്, അനന്ത് നാഗ്, അപർനദി തുടങ്ങിയ ഒരു പടത്തിലുണ്ട്. പിന്നെ കുറച്ച് ബാലതാരങ്ങളൊക്കെ പടത്തിലുണ്ട്. അവരൊക്കെ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ, എഡിറ്റിംഗ്, ഫാസ്റ്റ് പേസിലുള്ള പടത്തിന്റെ മേക്കിംഗ് ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് തന്നെയാണ്. സുരേഷ് ബാലയാണ് ക്യാമറ, ഭുവൻ ശ്രീനിവാസനാണ് എഡിറ്റിംഗ്. സാം CS ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുള്ളിയുടെ തന്നെ മുമ്പുള്ള പല വർക്കുകളുടെയും ഒരു റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പടത്തിന്റെ ഒരു മിസ്റ്ററി മൂഡിന് ചേരുന്നതായിരുന്നു. പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനും നല്ലതാണ്. അതുപോലെ ഒരു പാട്ടുള്ളത് ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അവിടെയാണ് നമുക്കൊരു ലാഗ് അടിച്ചത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിൽ മുക്കാൽ ഭാഗത്തോളം കുറെ ടെംപ്ലേറ്റ് ഐറ്റംസ് ഒക്കെ കാണിച്ചുകൊണ്ട് പോയതാണ് പടത്തിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞാൽ ചെറിയൊരു സ്പോയിലർ ആയിട്ട് തോന്നാം, പക്ഷെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ പാരലായിട്ട് വേറൊരു ഗ്യാങ്ങിന്റെ പരിപാടി കൂടെ ഉണ്ടായിരുന്നു. അതൊട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ശരിക്കും ഇതിന്റെ ഒരു മെയിൻ സംഭവം ആ കേസ് അന്വേഷണം ഒക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുക. പിന്നെ ചെറിയ ചില ലോജിക്കൽ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രധാന ക്രിമിനൽ ക്യാരക്ടറിന്റെ ഭാഗം കുറച്ചുകൂടി നന്നായിട്ട് എഴുതി കുറച്ചുകൂടി കൺവിൻസിംഗ് ആക്കാമായിരുന്നു എന്നും തോന്നി. എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു സീരിയസിന്റെ ഒരു ലെവലിലൊക്കെ വന്നേനെ, കുറച്ചുകൂടി കിടിലനായനെ. അതും ഈ സെക്കൻഡ് ഹാഫിലെ ചില ടെംപ്ലേറ്റ് ഐറ്റംസ് ഒക്കെ കൊണ്ട് ഫൈനൽ ട്വിസ്റ്റിന്റെ ഒരു ഇമ്പാക്ട് കുറച്ച് കുറഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒന്നും പടത്തിനോ കഥാപാത്രങ്ങൾക്കോ തരാനില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. പിന്നെ ഇത് ഭരത്തിന്റെ പടമായതുകൊണ്ടാണോ എന്തോന്ന് അറിയത്തില്ല, തിയേറ്ററിൽ തീരെ ആള് കുറവായിരുന്നു. ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റുകയാണെന്നും പറയാം. മൊത്തത്തിൽ ഒരു ഡീസന്റ് വൺ ടൈം വാച്ച് ത്രില്ലറാണ് കാളിദാസ് 2. നല്ല ട്വിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും മേക്കിംഗിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റ് ഒന്നുകൂടി നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ പടം ഒന്നുകൂടി കിടുവായനെ. സ്റ്റിൽ ഇപ്പോഴും കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സിനിമയാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററിൽ
തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 17 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഒരു പടമല്ല. പക്ഷെ ഞാൻ കണ്ട തിയേറ്ററിൽ കോട്ടയം അനശ്വരയിൽ 5-6 പിള്ളേരെയും കൊണ്ട് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ ഭയങ്കര കാർച്ചയും ബഹളമൊക്കെ ആയിരുന്നു. ഇതുപോലൊരു സിനിമ കാണാനായിട്ട് പിള്ളേരെ കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ചേതോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പിള്ളേരുടെ കരച്ചിലും ബഹളമൊക്കെ വീട്ടുകാർക്ക് ക്യൂട്ടായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി നാട്ടുകാർക്ക് അതൊരു അലോസരമാണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.